ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പം ഞാനിന്ന് രാത്രിത്തെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് വന്നേ. ഞാൻ വിചാരിച്ച് രാത്രി ചപ്പാത്തിയും മുട്ടക്കറിയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഒരു 4 സവാള എടുത്ത് അതിലൊരു പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് ഒരു ചോപ്പറിട്ട് ചോപ്പ് ചെയ്ത് കുക്കർ വെച്ച് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് സവാളയൊക്കെ ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി വന്നപ്പോഴത്തേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല നമുക്ക് ഇഷ്ടമുള്ള ഇടാം. ചിക്കൻ മസാല ആണെങ്കിൽ അത്, മീറ്റ് മസാല ആണെങ്കിൽ അത് ഇട്ട് പൊടിയുടെ എല്ലാം പച്ചമണം നല്ലോണം മാറണേ. എന്നിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കുക്കർ അടയ്ക്കാം. ഇനി ഒരു 2-3 വിസിൽ കേൾക്കുമ്പം നമ്മുടെ ഉള്ളിക്കറി നല്ല കളറോടെ നല്ല സെറ്റായിട്ട് വരും. നല്ല ടേസ്റ്റുള്ള കറിയാണേ. കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ടൈപ്പ് ഒരു കറി കിട്ടും നമുക്ക്. അങ്ങനെ അപ്പുറത്ത് ഞാൻ മുട്ടയും കൂടെ വേവിക്കാൻ വെച്ചേ. അപ്പം ഈ കുക്കർ നമ്മുടെ കടല വേവിച്ച് ഫേമസ് ആയ കുക്കറാണേ. അതിൽ ഞാൻ വിചാരിച്ച് ഇനിയിപ്പോൾ അത് ഉപയോഗിക്കാൻ കൊള്ളത്തില്ല എന്ന് വിചാരിച്ചിരുന്നപ്പം ഞാൻ കുറച്ച് വിനാഗിരിയും സോഡാപ്പൊടിയൊക്കെ ഇട്ടൊന്ന് വെച്ച് സ്ക്രബ് ചെയ്തെടുത്തപ്പോഴത്തേക്ക് ആൾ കുട്ടപ്പനായി. അഴുക്കെല്ലാം പോയി കേട്ടോ, കറുപ്പൊക്കെ പോയി വൃത്തിയായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ വിചാരിച്ചു അതിൻ്റെ കൂടെ തന്നെ ചപ്പാത്തിയും കൂടെ കുഴച്ച് വെച്ചാൽ പണി കഴിയുമല്ലോ എന്ന് വിചാരിച്ച് ആട്ടയൊക്കെ എടുത്ത് കുറച്ച് ഉപ്പും നെയ്യൊക്കെ ചേർത്ത് പച്ചവെള്ളത്തിലാണ് ഞാൻ എപ്പോഴും ചപ്പാത്തി കുഴയ്ക്കുന്ന. പച്ചവെള്ളത്തിൽ ആദ്യമൊക്കെ ഞാൻ ചൂടുവെള്ളത്തിലൊക്കെ കുഴയ്ക്കുമായിരുന്നു. പക്ഷേ എനിക്ക് ഇച്ചിരി കൂടെ നല്ല ചപ്പാത്തി കിട്ടുന്നത് പച്ചവെള്ളത്തിലാണെന്നാണ് തോന്നിയിട്ടുള്ളത്. അങ്ങനെ മാവ് കുഴച്ച് വന്നപ്പോഴത്തേക്ക് ഇച്ചിരി വെള്ളം കൂടിപ്പോയി. എന്താണെന്നറിഞ്ഞൂടാ, വീഡിയോ എടുക്കുന്നതിൻ്റെ വെപ്രാളം കൊണ്ടായിരിക്കും ചിലപ്പം. അങ്ങനെ പിന്നെ ഞാൻ കുറേ പൊടിയൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കേട്ടോ. ഒന്ന് ഒന്ന് പറ്റിയൊക്കെ പിടിച്ചായിരുന്നു. പിന്നെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പൊടിയൊക്കെ ചേർത്തങ്ങ് ചെയ്തെടുത്ത്. അങ്ങനെ ഞാൻ ചപ്പാത്തി പരത്തുന്നതൊന്നും എടുത്തില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി കറിയൊക്കെ ആയിട്ട് കൊടുത്തു, എല്ലാവർക്കും കൊടുത്ത്. പിന്നെ ആസ് യൂഷ്വൽ പാത്രം കഴുകൽ. രാത്രിക്ക് ഇത് തന്നെയാണ് മെയിൻ ജോലി. എല്ലാം ഫുഡൊക്കെ കഴിയുമ്പോഴത്തേക്ക് പിന്നെ കുറേ പാത്രങ്ങൾ കാണുമല്ലോ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇന്ന് പാലൊക്കെ ഒഴിച്ചതിൻ്റെ കുറേ കറയുള്ള പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പാലിൻ്റെ കറ. അങ്ങനെ പിന്നെ എല്ലാം വൃത്തിയാകുമ്പോൾ ഒരു സന്തോഷം. അങ്ങനെ എല്ലാം പാത്രങ്ങളും കഴുകി വെച്ച് ക്ലീനായി അടുക്കള. അപ്പോൾ ഗുഡ് നൈറ്റ്.